കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചെന്ന് സന്ദർശിച്ച് വിവിധ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം ഇന്ത്യയെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു നിഗമനം ഇതുവരെയും ആരും എടുത്തിട്ടില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഇന്ത്യക്ക് എതിരെ നിൽക്കുകയാണ് അമേരിക്ക. പുതിയ റിപ്പോർട്ടുകളാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സംശയം ജനിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി നൽകി വന്നിരുന്ന $21 മില്യൺ, അതായത് ഏകദേശം 160 കോടി രൂപയുടെ ഫണ്ട് അമേരിക്ക ഒരു പരിധിവരെ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു. അതിനുശേഷം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന്റെ ഉത്തരവുമായാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് ആണ് ഈ നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഡൊണാൾഡ് ട്രംപ് ഈ ഒരു നടപടിക്ക് ഇപ്പോൾ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി $21 മില്യൺ അമേരിക്കൻ നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ കരുതുന്നത് മറ്റാരെയോ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അവർ, അതായത് ബൈഡൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെന്നും മയാമിയിൽ നടന്ന പരിപാടിയിൽ ട്രംപ് പറയുകയും ചെയ്തു. ഇന്ത്യയുടെ സാമ്പത്തിക നിലയും വ്യാപാര നയങ്ങളും കണക്കിലെടുത്താൽ ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ആവശ്യമില്ലെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഫണ്ട് നൽകുന്നതെന്നും ചൊവ്വാഴ്ച ട്രംപ് ചോദിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് എന്തിനാണ് $21 മില്യൺ നൽകുന്നത്? അവർക്ക് ആവശ്യത്തിനധികം പണമുണ്ട്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ലോകത്ത് ഏറ്റവും അധികം നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അടുക്കാൻ പറ്റാത്തത്ര ഉയർന്ന നികുതിയിലാണ് അവർ ചുമത്തുന്നത് മുഴുവനും. ഇന്ത്യയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ബഹുമാനമുണ്ട്. പക്ഷേ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി $21 മില്യൺ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ട്രംപ് ചോദിച്ചു. ഫെബ്രുവരി 16 ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഡോജ് ഇന്ത്യക്ക് നൽകുന്ന ധനസഹായം പൂർണ്ണമായും നിർത്തലാക്കിയതായി പ്രഖ്യാപിച്ചിരുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതല്ല എന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിവിധ പേരിൽ നൽകിയിരുന്ന സാമ്പത്തിക സഹായം ഡോജ് നിർത്തലാക്കാൻ തീരുമാനിച്ചിരുന്നത്. അതേസമയം അമേരിക്കൻ സാമ്പത്തിക സഹായത്തിന്റെ പേരിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദം ഉയർന്നു വരികയും ചെയ്തിരുന്നു. അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണെന്ന് BJP ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ കാലത്ത് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചില ശക്തികൾക്ക് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളും നൽകിയെന്നാണ് BJP ആരോപിച്ചിരുന്നത്. ഇതിനെയെല്ലാം പിന്നിൽ ജോർജ് സോറോസ് ആണെന്നും BJP IT സെൽ തലവൻ അമിത് മാലിയാവ ആരോപിക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കൻ സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിലോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലോ എന്തെങ്കിലും തരത്തിലുള്ള വിദേശ ഇടപെടൽ അനിവാര്യമാണെന്നും ആവശ്യമാണെന്നും അവർ ഉന്നയിച്ചു. അക്കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമാണ്. ഞങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഇത് അപലപനീയമാണെന്നും കോൺഗ്രസ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുകയാണോ എന്ന കാര്യത്തിലും ഇപ്പോഴും ചോദ്യം നിലനിൽക്കുകയാണ്. അമേരിക്ക സന്ദർശിച്ച മോദി തീരുമാനങ്ങൾ എടുത്തു കഴിയുകയും ചെയ്തു. അതെല്ലാം എത്രത്തോളം ഇന്ത്യക്ക് പണി കിട്ടുമെന്നുള്ളതിലും ചോദ്യങ്ങൾ നിലനിൽക്കുന്നു.